നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, ഞാൻ ഒരിക്കലും ചെയ്യണമെന്ന് കരുതിയ ഒരു വിഷയമല്ല ഈ എൻ്റെ വലതുവശത്തിരിക്കുന്ന ആ ഒരു സ്ത്രീയുടെ മുഖം. സത്യത്തിൽ ആ സ്ത്രീയുടെ മുഖം പണ്ട് മുതൽ കാണുമ്പോഴേ എന്തോ ഒരു അരോചകം നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു കലാകാരനെ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അത് ഏറ്റവും കൂടുതൽ ഫ്ലവേഴ്സ് ചാനൽ, നമ്മുടെ ശ്രീകണ്ഠൻ നായരുടെ ചാനലായിട്ടുള്ള ഫ്ലവേഴ്സ് ചാനലായിരുന്നു പുള്ളിയുടെ ആ ഒരു കോമഡി പ്രോഗ്രാം ഒക്കെ വന്നുകൊണ്ടിരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആ പ്രോഗ്രാം ഒക്കെ അന്ന് കണ്ടിരുന്ന, ഇപ്പോഴൊന്നും കാണാറില്ല എന്നുള്ളതാണ് സത്യം. സമയം കിട്ടാറില്ല. അന്ന് അത് കണ്ട സമയത്തൊക്കെ ഈ കൊല്ലം സുധിയെ കുറിച്ച് നമ്മൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു. നല്ല ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ വിലയിരുത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ അകാല നിര്യാണം ഒരു ആക്സിഡന്റിന്റെ രൂപത്തിൽ അദ്ദേഹത്തിന്റെ ജീവൻ പോയ സമയത്ത് ഈ പറയുന്ന പെണ്ണുമ്പിള്ളയെ കുറിച്ചും, ആ പെണ്ണുമ്പിള്ളയ്ക്ക് സുധിയിൽക്ക് അവസാനമുണ്ടായ റിതപ്പൻ എന്ന് വിളിക്കപ്പെടുന്ന ആ കുട്ടി, പിന്നെ മറ്റേ കിച്ചു എന്ന് വിളിക്കപ്പെടുന്ന വലിയ കുട്ടി, ഇവരുടെ വിഷയത്തിലൊക്കെ നമുക്ക് വലിയ വിഷമൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്തായിരിക്കും ഇനി ഇവരുടെയൊക്കെ അവസ്ഥ എന്നുള്ളതൊക്കെ ആലോചിച്ച്. പക്ഷെ പിന്നീട് അങ്ങോട്ട് സോഷ്യൽ മീഡിയയിലൂടെ നിറഞ്ഞ് ഓടുകയായിരുന്നു നമ്മുടെ ഈ പറയുന്ന പെണ്ണുമ്പിള്ള. ആ പെണ്ണുമ്പിള്ളയുടെ പേര് ഞാൻ പറയാത്ത മറ്റൊന്നും കൊണ്ടല്ല, സുധി എന്ന് പറയുന്ന, കൊല്ലം സുധി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പേര് കൂട്ടിച്ചേർത്തുകൊണ്ട് വേണം ഇവരെ അറിയപ്പെടുന്നത്, ഇവരെ പറയേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ സുധി എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ആത്മാവ് പോലും പൊറുക്കില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ആ പേര് കൂടി ഉച്ചരിക്കുന്നില്ല. എന്നിരുന്നാലും ഈ പെണ്ണുമ്പിള്ള ഏറ്റവും അവസാനം കാട്ടിക്കൂട്ടിയ ഏറ്റവും വലിയ വൃത്തികേട്, അത് ഏറ്റവും വലിയ എന്ന് തന്നെ എടുത്തെടുത്ത് പറയേണ്ടതുണ്ട്. ആ വൃത്തികേടിന് ഇരയാക്കപ്പെട്ട രണ്ട് വ്യക്തികളാണ് ആ സ്ത്രീയുടെ ഇടവും വലവുമായിട്ടിരിക്കുന്നത്. ഒന്ന് മറ്റാരുമല്ല, ഫിറോസ് KHDEC എന്ന് പറയുന്ന ഒരു സംഘടന നടത്തുന്ന ഫിറോസ് എന്ന് പറയുന്ന ഫിറോസ് ഭായി ആണ്. മറ്റൊരാൾ ബിഷപ്പാണ്, നോബിൾ ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു ഫാദർ ആണ്. ഈ രണ്ട് ആളുകളെയും എങ്ങനെയാണോ എന്താ പറയാ, പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഊമ്പിക്കുക, ആ രീതിയിലുള്ള ഊമ്പിച്ചുകൊണ്ട് ഇരിക്കുന്ന ഇരുത്തമാണ് ആ സ്ത്രീയുടെ ഇരുത്തം. മാത്രമല്ല ഈ സ്ത്രീയുടെ തന്തയായാലും ഈ സ്ത്രീയുടെ മറ്റ് സഹോദരനും സഹോദരിയോ ഏതൊക്കെയോ കുറെ എണ്ണം ഈ പറയുന്ന ഈ ഫിറോസ് ഭായിയും അതുപോലെ ഈ ഫാദറും ഒക്കെ നിർമ്മിച്ചു കൊടുത്ത, അത് 24 ന്യൂസ് ആയാലും മറുനാടൻ മലയാളിയിൽ ഒട്ടേറെ സാമൂഹ്യ മാധ്യമങ്ങളും ഒക്കെ കൂടെ ചേർന്ന് എല്ലാവരും ചേർന്ന് നിർമ്മിച്ചു കൊടുത്ത ആ വീട്ടിൽ ഇന്നുള്ളത് ഈ പറയുന്ന സ്ത്രീയുടെ ബന്ധുജനങ്ങൾ മാത്രമാണ്. ഞാൻ കഴിഞ്ഞ മണിക്കൂറിലാണ് ഈ പറയുന്ന കിച്ചു എന്ന് പറയുന്ന സുധിയുടെ വലിയ മകൻ, കിച്ചുവിന്റെ ചാനൽ ഞാൻ കഴിഞ്ഞ ഒരു 10 മിനിറ്റ് മുമ്പാണ് ഞാൻ കാണുന്നത്. അതിൽ ഒരു വീഡിയോ മാത്രം കാണാൻ വേണ്ടിയാണ് ഞാൻ അതിൽ കയറിയത്. ഈ സുധിയുടെ അവാർഡുകളൊക്കെ ചാക്കിൽ കെട്ടി കട്ടിലിനടിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ സുധിയുടെ വലിയ മകൻ കാണിക്കുന്നുണ്ട്, ചെറിയ ഋതപ്പന്റെ കൂടെ ഒരു ദിവസം എന്നുള്ളൊരു വീഡിയോയിൽ. അതിലൂടെയാണ് കൃത്യമായിട്ട് ഈ സ്ത്രീയുടെ വൈകൃതങ്ങൾ എന്ന് തന്നെ ആരെങ്കിലും പറഞ്ഞാലും കുറ്റപ്പെടുത്താനാവാത്ത രീതിയിൽ തന്നെ ഇവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇന്നിപ്പോൾ അവരുടെ ആ ഒരു ദുഷ്ടതയുടെ, കൊടും ക്രൂരതയുടെ, അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ഒരു സ്ത്രീ ഇന്ന് കേരളത്തിൽ ആര് എന്ന് ചോദിച്ചാൽ ആ രീതിയിലേക്ക് മാറ്റപ്പെട്ടിട്ടുള്ള ആ സ്ത്രീ ആയിട്ടുള്ള യഥാർത്ഥ സ്വഭാവം കാണിച്ചുകൊണ്ട് ഈ ഫിറോസ് എന്ന് പറയുന്ന ആ നന്മയൂറുന്ന മനുഷ്യനും ഈ പറയുന്ന നോബിൾ ഫിലിപ്പ് എന്ന് പറയുന്ന ഈ ഫാദറും നിർമ്മിച്ചു കൊടുത്ത സ്ഥലം പൂർണ്ണമായിട്ട് കൊടുത്തത് ഈ നോബിൾ ഫിലിപ്പാണ്. അതും സെന്റിന് 4 ലക്ഷം രൂപ വരുന്ന സ്ഥലം. അത് ഇവർക്ക് 7 സെന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ആ വീട് നിർമ്മിക്കാനുള്ള സ്ഥലം കൊടുത്ത ആ അച്ഛന് നേരെയും വീട് നിർമ്മിക്കാൻ വേണ്ടി എല്ലാ മേൽനോട്ടവും ചെയ്തുകൊണ്ട് തങ്ങളാൽ കഴിയുന്ന രീതിയിൽ എല്ലാ രീതിയിലും ചെയ്തു കൊടുത്ത് ഈ ഫിറോസ് ഭായി എന്ന് പറയുന്ന ആ മനുഷ്യനെയും കരിവാരി തേച്ചുകൊണ്ട് ഈ നാണവും മാനവും ഉളുപ്പുമില്ലാതെ സോഷ്യൽ മീഡിയയുടെ ആ വെള്ളി വെളിച്ചം കണ്ടുകൊണ്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലും നാലാംകിട മഞ്ഞ ചാനലുകാരുടെ ആ മഞ്ഞ വെളിച്ചം കണ്ടുകൊണ്ട് അതിന് തുള്ളിക്കൊണ്ട് നടക്കുന്ന ആ ഒരു സ്ത്രീ. അതുകൊണ്ട് തന്നെ ഈ ഭാഷ പറയുമ്പോൾ ഈ സ്ത്രീയുടെ പേര് ഞാൻ ഉപയോഗിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊല്ലം സുധിയോടുള്ള ബഹുമാനം കൊണ്ട് തന്നെയാണ്. എന്തായാലും ഈ അച്ഛന്റെയും ഫിറോസ് ഭായിയുടെ ഒക്കെ വെളിപ്പെടുത്തലുണ്ടല്ലോ, അത് കേൾക്കേണ്ടത് തന്നെയാണ്. ഫിറോസ് ഭായിയുടെ കുറച്ച് വെളിപ്പെടുത്തലിന്റെ ഭാഗം നമ്മളൊന്ന് കേട്ടിട്ട് കുറച്ചുകൂടി പറയാനുണ്ട് എനിക്ക്. അച്ഛന്റെ കുറെ ഭാഗങ്ങൾ കേൾക്കാനുണ്ട്. ആദ്യം ഫിറോസ് ഭായിയുടെ കേൾക്കാം. ചോരുന്നുണ്ട്, അത് ഇങ്ങനെ ചില്ലിട്ട ഭാഗത്ത് നല്ലതായിട്ട് ചോർച്ചയുണ്ട്. രേണു സുധി എന്ന് പറയുന്ന സ്ത്രീ, രേണു സുധി എന്ന് വിളിക്കുന്നില്ല. എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയത്തില്ലല്ലോ. ചോരുന്നുണ്ട്. അതിപ്പം നോക്കൂ, ഈ സ്ത്രീ എന്താ ചെയ്തതെന്ന് അറിയാമോ? ഈ സ്ത്രീക്ക് സൗജന്യമായിട്ട് നാട്ടുകാരുടെ വക ഈ സുധി എന്ന് പറയുന്ന ആ മഹാവ്യക്തി, മാന്യ വ്യക്തിയുടെ പേരിൽ പിരിവെടുത്ത് കിട്ടിയ വീടുണ്ടല്ലോ, ആ വീട് ചോരുന്നതെന്ന് ഏതോ ഒരു മഞ്ഞ ചാനലുകാരുടെ ഇവളുടെ വീട്ടിൽ ഇപ്പൊ നാട്ടുകാർ നിർമ്മിച്ചു കൊടുത്ത ആ ദാനമായി കിട്ടിയ, ഭിക്ഷയായി കിട്ടിയ ആ വീട്ടിൽ പെറ്റുകിടക്കുന്ന കുറെ ചാനലുകാരുണ്ട്. ഈ ചാനലുകാരനെ കൊണ്ട് ഇവള് ചോദിക്കുകയാണ്, വീട് ചോരുന്നുണ്ടോ, ബെഡ്റൂം ചോരുന്നുണ്ടോ, ടോയ്ലറ്റ് ചോരുന്നുണ്ടോ, അവിടെ ചോരുന്നുണ്ടോ എന്ന് ചോദിപ്പിക്കുന്നു. അതിനനുസരിച്ച് ഈ സ്ത്രീ പറയുന്ന മറുപടിയാണ് നമ്മൾ കേട്ടത്. ഇനി ഇതിന് മറുപടി, ഇതിന് കൃത്യമായിട്ടും ഫിറോസ് ഭായി കൊടുക്കുന്ന മറുപടി ഉണ്ട്, അതാണ് നമുക്ക് കേൾക്കേണ്ടത്. ഒന്ന് നമുക്ക് ഫോർവേഡ് ചെയ്യാം.
അപ്പോ അതിനെയാണ് ഇവര് വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല, ഒരു ഗുണം എന്താണ് അങ്ങനെ ഇങ്ങനെ ശരി അതാണെന്ന് അത് വലിയ വലിയ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത്. ഞങ്ങൾക്കല്ല എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്തത്. അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദി. മഴ പെയ്യുമ്പം ചോരുന്നുണ്ട്, അത് കുഴപ്പമില്ല, നമുക്ക് പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ. ബെഡ്റൂമില് എന്റെ ഞാൻ കിടക്കുന്നിടത്ത് ഋതപ്പം കിടക്കുന്നിടത്ത് ചോരുന്നുണ്ട്. ഹോളില് നന്നായിട്ടുണ്ടല്ലേ. നമസ്കാരം. ഇതിനു മുമ്പ് ഒരു വീഡിയോ നിങ്ങൾ കണ്ട് രേണു സുധി അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത്, വീട് ചോരുന്നുണ്ട് എന്നുള്ളത്. സത്യത്തിൽ അതൊരു പച്ചക്കണ്ണമാണ്. ആ വീട് ചോരുന്നില്ല. അത് 100 അല്ല 200 അല്ല, എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോടുകൂടെ പറയാൻ കഴിയും. ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത്. സുധിയുടെ 2 കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുത്തൊരു വീടാണത്. ചോരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിന്റെ വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ബ്ലാക്ക് ലൂവേഴ്സ് വരുന്നുണ്ട്. ആ ലൂവേഴ്സ്, സെയിം ലൂവേഴ്സ് നമ്മൾ അതിന്റെ സൈഡ് എലിവേഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ലൂവേഴ്സിന്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട്, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ലൂവേഴ്സിന്റെ ഉള്ളിൽ കൂടെ. അത് ഹൈറ്റിലാണ് വരുന്നത്. അപ്പോ ശക്തമായ കാറ്റും ശക്തമായ മഴയും ഉണ്ടാവുമ്പോൾ അതിന്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുന്നുണ്ട് ആ വീട്ടിൽ. നമ്മളെല്ലാവരും കേൾക്കാറുണ്ട്, നമ്മളൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്ന മലപ്പുറം ഭാഷയാണെങ്കിൽ ചീറ്റലടിക്കുക എന്നാണ് പറയാ. അതായത് ശക്തമായ കാറ്റും ശക്തമായ മഴയും ഉണ്ടാകുമ്പോൾ എത്ര സുരക്ഷിതമുള്ള വീടാണെങ്കിലും ഈ സൈഡിൽ വല്ല ഷീറ്റോ അതല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും മറച്ചിട്ടില്ലാണ്ട് ചീറ്റലടിക്കുമെന്ന് ഞങ്ങൾ മലപ്പുറംകാർ പറയും. ഈ ചീറ്റലടിക്കുന്നതിനാണ് ഈ സ്ത്രീ ഏതോ ഒരു മഞ്ഞ ചാനലിനെ കൂട്ടിക്കൊണ്ടുവന്ന് ബെഡ്റൂം ചോരുന്നുണ്ടോ, ഹോള് ചോരുന്നുണ്ടോ, ബാത്റൂം ചോരുന്നുണ്ടോ, അവിടെ ചോരുന്നുണ്ടോ, ഇവളുടെ ഇവിടെ എവിടെയൊക്കെയോ ചേരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ സ്ത്രീ, ഇവളുടെ പേര് പറയാൻ യോഗ്യല്ല ഇവൾ, ദാനമായി കിട്ടിയ, ഭിക്ഷയായി കിട്ടിയ ആ വീടിനെ കുറച്ച് കാണുക, അതിന് അഹോരാത്രം പണിയെടുത്ത ഒരുപാട് മനുഷ്യന്മാരെ തള്ളിക്കളഞ്ഞ് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ഒരു ദുഷ്ടരൂപം എന്ന് ഈ സ്ത്രീയെ ഇനി വിളിച്ചാലും കുറ്റം പറയാനാവില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സ്ത്രീയുടെ വീഡിയോ ഞാൻ ചെയ്യാറില്ല. കാരണം ഇതിനെ കുറിച്ചൊക്കെ ഒരുപാട് 100 കണക്കിന് വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ട്. ചാനൽ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ചാനലുകളൊക്കെ നോക്കി കാണുന്ന മനുഷ്യന്മാർക്ക് അറിയാൻ പറ്റും ഇവളുടെ അഹങ്കാരം എവിടെ വരെ എത്തി എന്നുള്ളത് പച്ചയ്ക്ക് അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാൻ പറ്റില്ലോ. ഇനി അടുത്തതായി കിട്ടുന്നത് ആർക്കെന്ന് അറിയാമോ? 4 ലക്ഷം രൂപ സെന്റിന് വില വരുന്ന സ്ഥലം സൗജന്യമായി നൽകിയ ഈ പറയുന്ന നോബൽ ഫിലിപ്പ് എന്ന് പറയുന്ന ഫാദറിന് കിട്ടിയിട്ടുണ്ട്. ഈ ഫാദറിനെതിരെ ഈ സ്ത്രീ പെണ്ണുപിള്ള പറഞ്ഞെന്തെന്നറിയാമോ? ഈ ഫാദറിന് അവിടെ കുറെ വിൽക്കാത്ത, കുറെ കച്ചവടം നടക്കാത്ത സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളൊക്കെ ഈ പെണ്ണുപിള്ളയുടെ ഇമേജിൽ വിറ്റഴിക്കാൻ വേണ്ടി, മാർക്കറ്റ് വാല്യൂ കൂട്ടാൻ വേണ്ടി കൊടുത്തതാണ് എന്നുള്ളത്. നോക്കൂ, ഈ സ്ത്രീ താമസിക്കുന്ന ഏരിയയില് സത്യത്തില് തലയ്ക്കകത്ത് വെള്ളിയും വെളിച്ചുള്ള ആരെങ്കിലും ഇനി പോയി താമസിക്കോ? ഈ സ്ത്രീയുടെ സ്ഥലവും വീടും അവിടെ ഉണ്ട്, ഈ അച്ഛൻ കൊടുത്തത് അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഈ അച്ഛന്റെ സ്ഥലം ആരും മൈൻഡ് ചെയ്യാൻ പോലും പോകുന്നില്ല എന്നുള്ളതാണ്. ഇനി ഈ അച്ഛന് പറയാനുള്ളതുണ്ട് കേട്ടോ, ഒരുപാടുണ്ട് ഈ അച്ഛൻ പറയുന്നത്. നമുക്കൊന്ന് പെട്ടെന്ന് കുറച്ച് കേട്ട് നോക്കാം. രണ്ടാമതായിട്ട് ഈ രേണു സുധിയിൽ ജനിച്ചിരിക്കുന്ന ഋതുൽ എന്ന് പറയുന്ന 2 കുഞ്ഞുങ്ങൾക്കായിട്ടാണ് 7 സെന്റ് സ്ഥലം ഇഷ്ടദാനമായിട്ട് എഴുതി നൽകിയത്. ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതിനെ ഓർത്ത്, തീർത്തും അവർ ഓർഫൻസ് ആയിട്ടുള്ള 2 കുഞ്ഞുങ്ങളായിരുന്നല്ലോ. പിന്നെ ഈ രേണുസുധി മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു സെമി ഓർഫനാണ് ആ കൊച്ചു. അപ്പൊ അങ്ങനെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു സഹായം ചെയ്യുന്നതിന് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് ആ കൊടുത്തതിനെ ഓർത്ത് എനിക്ക് ദുഃഖമില്ല, സന്തോഷമേ ഉള്ളൂ. പക്ഷേ എങ്കിൽ സമൂഹ മാധ്യമം മുറിവേൽപ്പിക്കുന്ന ഒരു 2-3 ആഴ്ചകളായിട്ട്, പ്രത്യേകിച്ച് ഈ അടുത്ത ദിവസങ്ങളായിട്ട് ഭയങ്കരമായ രീതിയിൽ എനിക്കൊരു സമാധാനം തരാത്ത രീതിയിൽ എന്നെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ബിഷപ്പ് ഒരുപാട് പാവപ്പെട്ട ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട്. ഈ ജാതിമത ഭേദമന്യാണെന്ന് ഞാൻ ഇവിടെ ചോദിച്ചപ്പോഴൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞ അങ്ങനെയാണ്. പക്ഷെ ഇതിനകത്ത് ഇത് കൊടുത്തതിന് ശേഷം ഒരുപാട് പേര് പറഞ്ഞില്ലേ തെറ്റായിപ്പോയി. അങ്ങനെ ഇത് കൊടുത്തത് തെറ്റായിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും അർഹതപ്പെട്ട ആരൊക്കെയോ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് കൊടുത്താൽ മതി എന്ന് എന്നോട് പലരും പറഞ്ഞെങ്കിലും ഞാൻ അതിനെ കുറ്റബോധമായിട്ട് കാണുന്നില്ല. കാരണം മോനോട് ആദ്യം പറഞ്ഞതുപോലെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, ആ കുഞ്ഞുങ്ങൾ വളർന്നു ഒരു കുട്ടിയാണെ മൈനറാണ്, ഇനി മേജർ ആകണമെങ്കിൽ ഏകദേശം 15-14 വർഷം കൂടെ എടുക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു കുഞ്ഞുങ്ങൾക്ക് നമ്മളൊരു സഹായം ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ പേഴ്സണലായിട്ട് സഹായിച്ചത് എന്റെ കുടുംബസ്വത്തിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ അതിനെ സന്തോഷത്തോടാണ് കൊടുത്തത്. അതിന് കാരണമായത് ഞാൻ പറഞ്ഞല്ലോ, എന്റെ അടുത്ത സുഹൃത്തായിരിക്കുന്ന രാഹുൽ ഇരുമ്പുകുഴി, അതുപോലെ തന്നെ എന്നെ അതിലേക്ക് നയിച്ചത് ഒരു ചാനലിലെ MD ആയിട്ടിരിക്കുന്ന ആർ ശ്രീകണ്ഠൻ നായർ സാർ, സി ഉണ്ണികൃഷ്ണൻ, അങ്ങനെ പല
സംഘടനയുടെ ആൾക്കാർ, അങ്ങനെ പലരും കൂടെ ചേർന്ന് അതിനകത്ത് നിങ്ങളുടെ ചാനലിന്റെ MD ആയിട്ടിരിക്കുന്ന ഷാജൻ സ്കറിയ എന്ന് പറയുന്ന ആൾ ഒരു നല്ല രീതിയിലുള്ള ഒരു സഹായം അതിനകത്ത് ചെയ്തു എന്ന് ഞാൻ ലാസ്റ്റ് സമയത്താണ് ഞാൻ അറിയുവാൻ തക്കനോട്. അദ്ദേഹം ഇതിനകത്ത് ഒരു ഭാഗവാക്കായതിൽ ഞാൻ അഭിമാനത്തോടെ കാണുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേർ ഒരു കൂട്ടായ്മയായിരുന്നു ഇത്. അത് ഞാനത് എന്നെ ഔദ്യോഗികമായിട്ട് ആ വീട് ആശീർവദിക്കുവാൻ അവർ ക്ഷണിച്ചപ്പോഴൊക്കെയും എനിക്ക് വളരെ സന്തോഷമാണ് തോന്നിയത്. കാരണം ഈ വലിയൊരു ഫേസ്ബുക്ക് കൂട്ടം KHDC എന്ന് പറയുന്ന ഫിറോസ് എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തില് ഇതിനകത്ത് മതം തന്നെ നോക്കുവാണെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നോണ്ട്, ക്രിസ്ത്യൻ, ഹിന്ദു, മുസൽമാൻ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നൊരു എക്യുമെനിക്കൽ എന്നോ അല്ലെ മതസൗഹാർദ്ദം എന്നോ ഒക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു നല്ല ഫെലോഷിപ്പായിട്ട് ചേർന്നാണ് ഞങ്ങൾ ഇത് അന്ന് ചെയ്തു കൊടുത്തത്. വലിയൊരു സെലിബ്രേഷൻ മനസ്സിലുണ്ടായിരുന്നു എല്ലാവർക്കും. ഒരു വലിയ ദൗത്യം പൂർത്തീകരിച്ചു എന്നാണ് ഇവിടുന്ന് പോയ മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞേച്ചു. പക്ഷെ ഈ അടുത്ത ദിവസങ്ങളായിട്ട് നമ്മളെ ഏറ്റവും ഇപ്പൊ എന്നോട് പറയുന്നത് നീ കൊടുത്തിട്ട് വിളിച്ച് പറയുവാണോ? ഞാൻ സത്യസന്ധമായിട്ട് പറയാം, നിങ്ങളെപ്പോലുള്ള മാധ്യമ സുഹൃത്തുക്കൾ വന്ന് ചോദിക്കുന്നതിന്റെ ഉത്തരമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ അതിന് ആൻസർ തരാറ്. ചിലർ പറഞ്ഞ രാവിലെ പറയുന്നതല്ലോ വൈകിട്ട് പറയുന്നതെന്ന് പറയുന്നു. സത്യത്തിൽ എന്താണ്, എന്നോട് എന്ത് ചോദിച്ചാലും നടന്ന കാര്യങ്ങളാണ് ഞാൻ അങ്ങോട്ട് സംസാരിച്ച് മറുപടി ആയിട്ട് പറയുന്നത്. ഇതൊക്കെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു കാര്യം ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ച് കുറച്ച് ആൾക്കാർ ഇപ്പോൾ ജംഗ്ഷനുകളിലും വീടുകളിലും യുവതി യുവാക്കന്മാരുടെ സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവരെ സമൂഹത്തിൽ അവരെ വേദനിപ്പിച്ചു, അവരെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള പല സംസാരം. പ്രത്യേകിച്ച് നമ്മൾ പുറത്ത് ഒരു പബ്ലിക് ഫിഗറായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതിനകത്തല്ലേ. അവർക്കൊക്കെ റെപ്യൂട്ടഡ് ആയിട്ട് ജീവിക്കുന്ന വലിയ സ്ഥാനത്തിരിക്കുന്ന പല ആൾക്കാരുണ്ട്. അവർക്കൊക്കെ കേൾക്കുമ്പോൾ അവരെന്തോ ഇതിലൂടെ സാധിക്കാൻ വേണ്ടി ചെയ്തു. ഇപ്പൊ എന്നെ പറ്റി പറഞ്ഞ പേരെടുക്കാൻ ചെയ്തു. എനിക്കൊരു പേരും വേണ്ട, ഒരു പ്രശസ്തിയും വേണ്ട. എനിക്ക് എന്തിനാണ് ഇനി ഒരു പേരും പ്രശസ്തിയുടെ ആഗ്രഹം? എന്തിനു വേണ്ടിയിട്ടാണ്? ഇനി അത് ലഭിച്ചിട്ട് എനിക്കൊരു വലിയ നിലയിൽ എത്താനായിട്ടൊന്നും ഞാൻ ഇപ്പൊ ഇവിടെ വന്നപ്പോ കണ്ടല്ലോ, ഞാൻ എന്നും ഒരുപോലെ ഞാൻ ജീവിക്കുന്നത്. അതിൽ ജീവിച്ച് അങ്ങനെ മുന്നോട്ട് പോകാൻ ഇഷ്ടപ്പെടുന്നത്. ഈ സ്ഥലം കൊടുത്തത് ബിഷപ്പിന് ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്, കുറച്ചേറെ സ്ഥലമുണ്ട്. ആ സ്ഥലമൊക്കെ വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് ഒരു പരസ്യത്തിന് വേണ്ടിയിട്ടാണ് കൊടുത്തതെന്നുള്ള ഒരു ആരോപണമാണ്. അതാണ് ഉണ്ടായ സംസാരം. അതാണ് സോഷ്യൽ മീഡിയയിലെ ഒരു യൂട്യൂബർ, ഈ രേണു സുധി ഒരു സോഷ്യൽ മീഡിയ താരമാണല്ലോ. അവരിങ്ങനെ സോഷ്യൽ മീഡിയയുടെ രീതിയിൽ ഇങ്ങനെ ഒരുപാട് റീൽസുകള്, കാര്യങ്ങള്, എന്താണ് ഈ വെബ് സീരീസ്, ആൽബങ്ങളൊക്കെ ചെയ്തു പോകുന്ന ഒരു സോഷ്യൽ മീഡിയ താരമായിട്ടാണ് അവരെ ഇപ്പൊ എല്ലാവരും അറിയപ്പെടുന്നത്. ഇവരെവിടോ ഒരു ഷൂട്ട് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഏതോ ഒരു യൂട്യൂബർ ചെന്നിട്ട് ഇവരോട് ചോദിക്കുകയാണ്. ഇപ്പൊ ഞാനത് പറയുന്നത് സ്ക്രിപ്റ്റഡ് ആണ്. ഇപ്പോൾ ഞാനത് പറയുന്നത് സ്ക്രിപ്റ്റഡ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് ഇതൊക്കെ. സ്ക്രിപ്റ്റഡ് എന്ന് തന്നെ ഞാൻ പറയും. അതിന്റെ കാരണം എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയും. ആ സ്ത്രീയോട് ചോദിക്കുകയാണ്, രേണു സുധി എന്ന് പറഞ്ഞ സ്ത്രീയോട് ചോദിക്കുന്നു, നിങ്ങളുടെ വീട് തന്ന വസ്തു ദാനം ചെയ്ത ബിഷപ്പ് നിങ്ങളെ വെച്ച് മാർക്കറ്റ് ചെയ്യുമല്ലേ എന്നാ ചോദിച്ചത്. ഞാനത് കേട്ട കാര്യമാണ്. അപ്പോൾ ഈ സഹോദരി രേണു സുധി എന്ന് പറയുന്ന ഈ സഹോദരി അവിടെ ഇരുന്നുകൊണ്ട് അത് ഇങ്ങനെ കുറച്ചേരം ഇങ്ങനെ ആലോചിച്ചിട്ട് അങ്ങനാണോ എന്ന് ഇപ്പോൾ എന്നോട് പീയൂഷ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്ക് അതിന് ആൻസർ ഒന്നേ ഉള്ളൂ, അല്ല എന്ന് എനിക്ക് പറയാം. പക്ഷെ പുള്ളിക്കാരത്തി ഇങ്ങനെ ആലോചിച്ചിട്ട് പറയാൻ അങ്ങനെ ആണോ എന്ന് ചോദിച്ചിട്ട് പറയാം, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അതൊരു ഊളായ രീതിയിൽ ആൻസർ കൊടുത്തു. പക്ഷെ ഞാനൊരു കാര്യം നോക്കൂ, കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായല്ലോ. അതായത് ഈ പറയുന്ന പാവം പിടിച്ച നോബൽ ഫിലിപ്പ് എന്ന് പറയുന്ന പാതിരി അച്ഛൻ, ഈ അച്ഛൻ 7 സെന്റ് സ്ഥലമാണ് ഈ വിറ്റകൾക്ക് വീടുണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്നത്. 7 സെന്റ് സ്ഥലം 1 സെന്റിന് 4 ലക്ഷം മാർക്കറ്റ് വിലയുള്ള സ്ഥലമാണ്. മാത്രമല്ല ഈ ഫിറോസ് എന്ന് പറയുന്ന KHDC എന്ന് പറയുന്ന പുതിയ ഒരു സംഘടനയാണ്. എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. എന്തായാലും ഒരുപാട് അഗതികൾക്ക് വീട് വെച്ചും സഹായം ചെയ്തു കൊടുത്തും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അറിയാം, ചുരുങ്ങിയ വാക്കുകളിൽ മാത്രം. അത്തരത്തിലുള്ള ആ മനുഷ്യൻ വെച്ചുകൊടുത്ത വീട് ചോരുന്നു, നശിച്ച് നാരായക്കല്ലായി എന്നും പറഞ്ഞുകൊണ്ട് ദാനം കിട്ടിയ വീടിന്റെ മഹത്വം അറിയാതെ അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളൊക്കെ ചോര നീരാക്കി അധ്വാനിച്ച 1 സെന്റ് ഭൂമിയും ഒരു വീടും വെക്കുമ്പോൾ അതിന്റെ മൂല്യം നമ്മൾക്ക് അറിയുകയുള്ളൂ എന്ന് നമ്മൾക്കറിയാം. വെറുതെ കിട്ടുന്ന, നമ്മൾക്കറിയാം ഒരുപാട് ആളുകൾ ഈ ലോട്ടറിയൊക്കെ അടിച്ചിട്ട് ആ പണം ഒന്നിനും ആവാതെ ആ പണമൊക്കെ നഷ്ടപ്പെട്ട് വീണ്ടും തെണ്ടികളായി തീർന്നിട്ടുള്ള ഒരുപാട് ആളുകളുടെ കഥയൊക്കെ നമ്മൾക്കറിയാം, ചരിത്രമൊക്കെ നമ്മൾക്കറിയാം. അത് വെറുതെ കിട്ടിയത് കൊണ്ട് തന്നെ, അതിന് വില കൽപ്പിക്കാത്തത് കൊണ്ട് തന്നെ തെണ്ടി കുത്തുപാടെടുത്ത ആളുകൾ അത്തരത്തിൽ ഒരു വിലയും കൊടുക്കാതെ സ്വന്തമായി ദാനമായി കിട്ടിയ ഒരു വീട്. ഇനി വീട് ആരുടെ പേരിലാണ് കിട്ടിയത്? സുധി എന്ന് പറയുന്ന, കൊല്ലം സുധി എന്ന് പറയുന്ന ആ കലാകാരന്റെ വിയോഗത്തിൽ വേദനിച്ച് നമ്മൾ എല്ലാവരും, ഓരോ മലയാളികൾ 1 രൂപയുണ്ടായിരിക്കാം, 1000 രൂപയുണ്ടായിരിക്കാം, ലക്ഷമുണ്ടായിരിക്കാം, അത്തരത്തിൽ ഒട്ടേറെ സഹായങ്ങൾ നൽകിക്കൊണ്ട് ഈ നോബൽ ഫിലിപ്പ് എന്ന് പറയുന്ന ഈ അച്ഛൻ, ഈ പള്ളിയിലച്ഛൻ, അദ്ദേഹത്തിന്റെ കുടുംബസ്വത്തായിട്ടുള്ള ഭൂമിയിൽ നിന്ന് 7 സെന്റ് 28 ലക്ഷം രൂപ വരുന്ന ആ ഭൂമി ഈ സ്ത്രീക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് അത് ആ കൊടുത്ത ആ പിതാവ്, ആ അച്ഛനെതിരെയും വീട് നിർമ്മിച്ചു കൊടുത്ത ഈ ഫിറോസിനെതിരെയൊക്കെ ഇത്തരത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ സംസ്കാരം ഏതാണ്
എന്താണ് എന്ന് ഇനി എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ആലോചിച്ച് നോക്കും, കിച്ചു എന്ന് പറയുന്ന സുധിയുടെ വലിയ മകനും പിന്നെ റിതപ്പൻ എന്ന് വിളിക്കുന്ന ചെറിയ മകനും. ആ കിച്ചുവിന്റെ ചാനൽ നിങ്ങളൊന്ന് പോയി നോക്കുക. കിച്ചു സുധി എന്ന് നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി. കിച്ചു സുധി യൂട്യൂബ് ചാനൽ അടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും യൂട്യൂബ് ചാനൽ കിട്ടും. അതിൽ ഏറ്റവും അവസാനം ആ കുട്ടി പബ്ലിഷ് ചെയ്തൊരു വീഡിയോ ഉണ്ട്. ആകെ 19 വീഡിയോ ചാനലിലുള്ളൂ. ഞാൻ ഇന്നാണ് ആ ചാനൽ കാണുന്നത്. അതിൽ ഏറ്റവും അവസാനം പബ്ലിഷ് ചെയ്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഈ കിച്ചു എന്ന് പറയുന്ന പയ്യൻ അവിടെ ഒരു അഗതിയെ പോലെ കയറി വരുന്നതും ഈ റിതപ്പൻ ഈ കിച്ചുവിനും ഈ റിതപ്പനും മാത്രമായി കിട്ടിയ ഈ രേണു എന്ന് പറയുന്ന സ്ത്രീക്ക് കിട്ടിയ വീടല്ല ഇത്. ഈ കുട്ടികൾക്ക്, അനാഥരായ കുട്ടികളുടെ പേരിലാണ് ഇവരൊക്കെ ഈ വീട് നിർമ്മിച്ചു കൊടുത്തത്. മലയാളികളൊക്കെ ദാനം നൽകിക്കൊണ്ട് ഈ വീട് നിർമ്മിച്ചു കൊടുത്തത്. എന്നിട്ട് ഈ കിച്ചു എന്ന് പറയുന്ന കുട്ടി ഒരു അഗതിയെ പോലെ കയറി വരുന്നു, അനാഥനായി കയറി വരുന്നു. മറ്റൊരു കുട്ടിയുടെ ബൈക്കിന് പിറകിൽ കയറി വന്നിട്ട് ഈ റിതപ്പനെ കൊണ്ട് ഈ വീടിന്റെ ചുറ്റുവട്ടം ഈ റിതപ്പനെ പൂർണ്ണമായിട്ട് എടുക്കുകയാണ് ഈ വീടിന്റെ ഓരോ റൂമും തിരഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ചെറിയ കുഞ്ഞ് 5 വയസ്സ് പോലും ആയിട്ടില്ല, ഈ കുഞ്ഞ് കട്ടിലിന്റെ അടിയിൽ കാണിക്കുകയാണ് എന്റെ അച്ഛന്റെ ട്രോഫികൾ കാണണം എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഒരു ചാക്കിൽ കെട്ടിയ നിലയിലുള്ള ഈ സുധിയുടെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഒരുപാട് അവാർഡുകൾ ചാക്കിൽ കെട്ടി വെച്ചിരിക്കുന്നു. പിന്നീട് ഈ രേണുവിന് കിട്ടിയിട്ടുള്ള ഇപ്പൊ ഏതൊക്കെയോ 4 ഷോർട്ട് ഫിലിം എന്തൊക്കെയോ കൊണാണ്ട്ര എന്തൊക്കെയോ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ അഭിനയ ചാതുരിയെ കുറിച്ചോ അഭിനയ കഴിവിനെ കുറിച്ചോ ഒന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട, കാരണം അതൊക്കെ അവരുടെ അന്നമാണെന്ന് അവർ പറയുന്നുണ്ടോ. ഒക്കെ എന്തോ ആയിക്കോട്ടെ, അവരുടെ രീതിയാണ്, അവരുടെ സംസ്കാരമാണ്, അതിലൊന്നും നമ്മൾ ഇടപെടേണ്ട. പക്ഷെ ഈ കിട്ടിയ രേണുവിന് കിട്ടിയ ട്രോഫികളൊക്കെ അവിടെ മേശപ്പുറത്ത് നിരത്തി ഭംഗിയായി അടുക്കും ചിട്ടയോടുകൂടി വെച്ചിട്ടുണ്ട്. എന്നിട്ടോ ഈ സുധിക്ക് കിട്ടിയിട്ടുള്ള 100 കണക്കിന് അവാർഡുകൾ എന്ത് ചെയ്തിരിക്കുന്നു? ചാക്കിൽ കെട്ടി കട്ടിനടിയിലേക്ക് തള്ളിയിരിക്കുന്നു. എന്നിട്ട് ഈ സ്ത്രീ അതും ന്യായീകരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ സ്ത്രീ ഈ പറയുന്ന ഈ ഫിറോസിനെ ആയാലും ഈ പള്ളിയിൽ അച്ഛനെ ആയാലും തള്ളി പറഞ്ഞുകൊണ്ട് അവരെ അപമാനിക്കുക. ഈ വീട് നിർമ്മിക്കാൻ വേണ്ടി ഓരോ രൂപ നൽകിയ ഓരോ ലോകം മലയാളിയെയും അപമാനിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവണം എന്ന രീതിയിലേക്കൊക്കെ പോകാം. ഏതായാലും ഈ സ്ത്രീക്ക് 8ന്റെ പണി കിട്ടുന്നു എന്ന് വെറുതെ പറഞ്ഞതല്ല, ഈ പള്ളിയിൽ അച്ഛൻ നിയമപരമായുള്ള നടപടികളിലേക്ക് നീങ്ങുകയാണ്. കാരണം ഈ കിച്ചുവിനും ഈ റിതപ്പൻ എന്ന് വിളിക്കുന്ന ചെറിയ കുട്ടിക്കും വേണ്ടി നൽകിയ ആ വീട്ടിൽ നിന്ന് ഈ സ്ത്രീ ഇറങ്ങിപ്പോകുമെന്നൊക്കെ വലിയ വായിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ഈ ഒരു സ്ത്രീയെ ഏതൊരു ഭാഷയിലാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് വലിയ സ്ത്രീ നവോത്ഥാനവും ഈ പറയുന്ന ഈ രേണുവിന് വേണ്ടി വാദിക്കുന്ന കുറെ അലവലാദികളും വന്ന് കമന്റ് ഇടുമെന്ന പേടി കൊണ്ടല്ല ഞാൻ തൽക്കാലം ആ ഭാഗം മാറ്റിവെക്കുകയാണ്. ഈ സ്ത്രീയെ ആക്ഷേപിക്കാനോ അവരെ ഏത് രീതിയിലാണ് വൃത്തികെട്ട സ്ത്രീ എന്ന് വിളിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ആ വാക്ക് പുതിയ ഡിക്ഷണറിയിൽ കണ്ടെത്തിയിട്ട് വേണം. അല്ലെങ്കിൽ നമ്മുടെ പിണറായി തമ്പുരാൻ നാളെ അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ കടക്കുപുറത്തും പരനാറി പ്രയോഗമൊക്കെ മലയാളി സമൂഹത്തിന് നൽകിയിട്ടുള്ള പിണറായി തമ്പുരാൻ വന്നാൽ അയാളോട് ചോദിച്ചു നോക്കാം ഈ സ്ത്രീയെ വിളിക്കാൻ വല്ല വാക്കുമുണ്ടോ എന്നുള്ളത്. അത്രയ്ക്കും നെറികെട്ട രീതിയിൽ പോയിട്ടുള്ള ഈ സ്ത്രീ ചെയ്ത ഈ ശുദ്ധ ചെറ്റത്തരങ്ങൾ എന്ന അക്ഷരം തെറ്റാതെ വിളിക്കേണ്ടതുണ്ട്. ഈ സ്ത്രീ ആ കുട്ടികളുടെ പേരിൽ കിട്ടിയ ആ വീട്ടിൽ ആ സ്ത്രീയുടെ അച്ഛനെയും അമ്മയെയും സഹോദരനെയും സഹോദരിയും മക്കളെയും ഒക്കെ പിടിച്ചു കയറ്റി ആ വീട് നിറച്ചിരിക്കുന്നു. മക്കളെ, നിങ്ങൾ പോയി നോക്കൂ, കിച്ചു സുധി എന്ന് അടിക്കുക, കിച്ചു സുധി യൂട്യൂബ് ചാനൽ അടിക്കുക, ഏറ്റവും ടോപ്പിലായിട്ട് കയറി വരും. എനിക്ക് തോന്നുന്നു 176K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഒരു ചാനൽ വരും. അതിലെ ഏറ്റവും അവസാനത്തെ വീഡിയോ കാണുക. ഈ വീടിന്റെ യഥാർത്ഥ ഉടമയായിട്ടുള്ള സുധിയുടെ മൂത്ത മകനായിട്ടുള്ള കിച്ചു അവിടെ ഒരു അനാഥനെ പോലെ കയറി വരുന്നു. ആ വീടിന്റെ ഓരോ റൂമും എല്ലാം ഈ ചെറിയ കുട്ടി കാണിച്ചു കൊടുക്കുന്നു. ആ വീട്ടിൽ നിറയെ അംഗങ്ങളാണ്. അതായത് 3 ബെഡ്റൂമുള്ള ഈ സുധിയുടെ ഭാര്യ, 2ാം ഭാര്യയാണ്. ഈ സുധിക്ക് വേറെ ഭാര്യയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കഥകളൊക്കെ പുറത്ത് വന്നിരുന്നു. അത് ഈ രേണുവിനെ കുറിച്ചിട്ടുള്ള മോശമായുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇയാളുടെ ആദ്യ ഭാര്യ വെളിപ്പെടുത്തിയതൊക്കെ നമ്മൾക്കറിയാം. ആ ഭാഗമൊക്കെ വിട്ടേക്കാം. എന്തായാലും ഈ കുട്ടികളുടെ പേരിൽ ഈ മലയാളി സമൂഹം കൊടുത്ത ആ വീടിനെ പോലും അപമാനിച്ചുകൊണ്ട് അഹങ്കാരിയായിട്ടുള്ള ഈ സ്ത്രീ ചെയ്യുന്ന ചെറ്റത്തരങ്ങൾക്ക് ഇനിയും മലയാളികൾ കൂട്ടുനിൽക്കരുത്. ഇവൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നുള്ള ഒരു ന്യായീകരണവും ഇനി ഈ സ്ത്രീ അർഹിക്കുന്നില്ല. ഈ സ്ത്രീയെ എങ്ങനെയാണോ മലയാളികൾ പൊക്കിക്കൊണ്ടുവന്നത് അതേപോലെ തന്നെ ഈ ശൂന്യാകാശത്തേക്ക് പൊക്കിക്കൊണ്ടുപോയി അതേപോലെ ഇനി പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കാരണം എന്താ? അഹങ്കാരം മൂത്ത് അമ്മാതിരി കൊടുമുടിയിൽ എത്തി നിൽക്കുന്ന ഈ സ്ത്രീ ഇന്ന് മലയാള നാടിന് അപമാനമായി മാറിയിട്ടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ കുറ്റപ്പെടുത്താനാവില്ല. ആ കിച്ചുവിനടക്കം അവകാശപ്പെട്ട വീട്ടിൽ തന്റെ അമ്മയെയും അച്ഛനെയും പെങ്ങളെയും ആങ്ങളെയും എല്ലാരെയും കുത്തി നിറച്ചുകൊണ്ട് ആ കുട്ടിക്ക് കിടക്കാൻ സ്വന്തമായി ഒരു റൂം പോലും കൊടുക്കാതെ 3 ബെഡ്റൂമുള്ള ആ റൂം കിച്ചു എന്ന് പറയുന്ന കുട്ടിക്ക് ഒരു റൂം സ്വന്തമായി കൊടുക്കേണ്ട അവകാശമുള്ള ആ കുട്ടിക്ക് അവിടെ അനാഥനെ പോലെ കയറി വരാനാവുക, തന്റെ അച്ഛന്റെ കിട്ടിയ അവാർഡുകളൊക്കെ
ചാക്കിൽ കെട്ടിക്കൊണ്ട് കട്ടിലിനടിയിൽ കെട്ടി തിരികെ വെച്ചത് കാണാനാവുക. ആ വീട്ടിലേക്ക് ആ കുഞ്ഞ് കടന്നു വരുന്ന രംഗങ്ങളൊക്കെ നിങ്ങളൊന്ന് പോയി കാണുക. കിച്ചു സുധി യൂട്യൂബ് ചാനൽ ഒന്ന് സെർച്ച് ചെയ്യുക. ഇത്രയെങ്കിലും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ സ്ത്രീയെ കുറിച്ച് ഇനിയും മിണ്ടാതിരിക്കാൻ ആവില്ല. ഇത് മിണ്ടുന്നത് മാധ്യമമാണ്. ഇതോടുകൂടി ഈ സ്ത്രീയെ കുറിച്ച് ഇനി മിണ്ടാനും പോണില്ല എന്നുള്ളതാണ് സത്യം. കാരണം അതിന് പോലും അവർ യോഗ്യയല്ല. ഈ സുധി എന്ന് പറയുന്ന ആ പാവം പിടിച്ച മനുഷ്യൻ, മാത്രമല്ല ഈ സുധിയുടെ ഈ റിത്തപ്പൻ എന്ന് പറയുന്ന കുട്ടിയൊക്കെ ഉണ്ടല്ലോ, ആ കുട്ടിയുടെ കഴുത്തിലൊക്കെ കൊന്തയൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവർ പൂർണ്ണമായിട്ട് ക്രിസ്തീയ ആചാരപ്രകാരമാണ് ജീവിക്കുന്നത്. ഇവരുടെ പേര് രേണുവല്ല, രേഷ്മ എന്നാണ് ഇവരുടെ ക്രിസ്തീയ നാമം എന്നുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളെയൊക്കെ പറ്റിച്ചുകൊണ്ട് ഈ മലയാള ജനതയെ പൂർണ്ണമായിട്ട് ചതിച്ചുകൊണ്ട് ഇത്രയ്ക്കും അഹങ്കാരിയായി തീർന്നിട്ടുള്ള ഈ സ്ത്രീയെ അഹങ്കാരിയാക്കിയതും ഇവർ കോശാന പാടുന്ന, ഇവരുടെ ആസനം താങ്ങി ഇവരെ പൊക്കി 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 കൊണ്ടുപോയി എല്ലാത്തിനും അന്നം കഴിക്കാനാണ് അല്ലെങ്കിൽ സുധിയുടെ ഭാര്യയാണെന്ന ലേബലിൽ പൊക്കിക്കൊണ്ടുവന്ന മലയാളി തന്നെയാണ് ഇതിന് ഉത്തരവാദി. അതുകൊണ്ട് ഇനി ഇവരെ പാതാളത്തിലേക്ക് തള്ളിയിട്ടാലും വേണ്ടില്ല, ഇവരുടെ അഹങ്കാരം ശമിപ്പിക്കേണ്ടത് ലോകം മലയാളിയുടെ ഉത്തരവാദിത്തമാണെന്ന് പറയാതിരിക്കാനാവില്ല. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.